സംസ്ഥാന മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കും. അവസാനവട്ട തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത് മല്ലികാർജുൻ ഖർഗെയുടെ വീട്ടിലാണ്. ആ കൂടിക്കാഴ്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടാവുക. രാഹുൽ ഗാന്ധി ഒറ്റ പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഈ ദീപാദാസ് മുൻഷി കേരളത്തിൽ എത്തിയാണോ പ്രഖ്യാപനമുണ്ടാകുക അതോ ഡൽഹിയിലാണോ പ്രഖ്യാപനമുണ്ടാകുക എന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. രാത്രിയോടുകൂടി ഇന്ന് എന്തായാലും പ്രഖ്യാപനം ഉണ്ടാകും. ഡൽഹി യോഗം തീർന്നാൽ കൃത്യമായ ഒരു പേരിലേക്ക് വരും എന്നാണ് സൂചന. എന്നോടൊപ്പം എസ് ലല്ലു ചേരുന്നുണ്ട് നമ്മുടെ പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന്. ലല്ലു, KC വേണുഗോപാൽ എന്ന പേരാണ് കൂടുതൽ MLA മാർ ശുപാർശ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരു രീതി വെച്ച് സ്വാഭാവികമായും നമ്മൾ കർണാടകയിൽ കണ്ടതാണ്. ആ ഒരു പേരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനയാണോ ഇപ്പോൾ KCയെ കൂടി വിളിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ അനുനയിപ്പിച്ച് മാറ്റി നിർത്താൻ വിളിപ്പിച്ചതായിരിക്കുമോ? ആയാലും മറ്റ് കാര്യങ്ങൾക്കായാലും ഏതായാലും കേരളത്തിലെ MLA മാരുടെ ഭൂരിപക്ഷം പിന്തുണ KC വേണുഗോപാലിനാണ് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായ കാര്യമാണ്. മനു നേരത്തെ പറഞ്ഞ പോലെ കർണാടക അടക്കമുള്ള ഇതിനു മുൻപ് കോൺഗ്രസ് അധികാരത്തിലെത്തിയ സംസ്ഥാനങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ MLA മാരുടെ പിന്തുണ തന്നെയാണ് ഇവിടെ എല്ലാം സ്വീകാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയും അത് തന്നെ മാനദണ്ഡമാക്കി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കണം എന്നൊരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഭാഗത്തുണ്ടായത്. ഒരുപക്ഷെ ഈ KC വേണുഗോപാലിന് ഈ സ്ഥാനം കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും എന്നൊക്കെ കോൺഗ്രസിൽ നിന്ന് ചില കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. അത് തടയാൻ കോൺഗ്രസിന് എന്ത് ഫോർമുല ഉണ്ടാകും എന്ന ചോദ്യം കൂടി ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പോൾ VD സതീശനും ഏതായാലും എല്ലാവരും പ്രതീക്ഷയിലാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു ഫലം പുറത്തു വരുമോ? അല്ലല്ലോ, 3 ക്യാമ്പും പ്രതീക്ഷയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3 ക്യാമ്പുകളുമായി ബന്ധപ്പെടുമ്പോൾ എല്ലാവരും അങ്ങേറ്റത്തെ ആത്മവിശ്വാസത്തിലാണ്. മനു ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ KC വേണുഗോപാലിനെ മുൻനിർത്തി ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് പോയാൽ സ്വാഭാവികമായി തീർച്ചയായും VD സതീശനും രമേശ് ചെന്നിത്തലയും സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരായി ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരമൊരു നിർദ്ദേശമായിരിക്കും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും നൽകാൻ തന്നെയായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനവും നിർദ്ദേശവും. നേരത്തെ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടുപോകും. ലല്ലു, ഞാൻ ലല്ലുവിലേക്ക് വരാം. നവമി ഇപ്പോൾ VD സതീശൻ്റെ വീട്ടിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. നവമി വന്നു. നവമി, അവിടെ എന്താണ് എന്താണ് കേൾക്കുന്നത്? VD സതീശനെ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയേക്കുമെന്ന എന്തെങ്കിലും സൂചന അവിടെ നിന്ന് നൽകാനുണ്ടോ നവമി? മനു, VD സതീശന്റെ വീട്ടിന് മുന്നിലുള്ള പ്രവർത്തകരെല്ലാം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. VD സതീശൻ തന്റെ മുഖ്യമന്ത്രി എന്നിവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി പ്രഖ്യാപനം മാത്രം മതി എന്നാണ് പ്രവർത്തകർ പറയുന്നത്. നമുക്ക് അവരോട് തന്നെ ആ ഒരു പ്രതികരണം ചോദിക്കാം. എന്നെ സംബന്ധിച്ചോളം എനിക്ക് പറയാനുള്ളത് 8 മണിയാകുമ്പോഴാണ് ഒരു ബോംബ് പൊട്ടുമെന്ന് പറയുന്നത്. ആ ബോംബ് പൊട്ടുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനായിരിക്കും എന്നാണ് എന്റെ ഉറപ്പ്. എന്തായാലും ആ പ്രാവർത്തി വന്നിരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDF-ന്റെ താല്പര്യം അത് തന്നെയാണ്. പ്രവർത്തകരെ നിരാശപ്പെടുത്തില്ല, പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പെടുത്തരുത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നേതൃത്വം ഏറ്റവും മാന്യത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് VD സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായിട്ട് ഒരു നിമിഷം വൈകാതെ വൈകിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഇനിയും ഞങ്ങൾ ക്ഷമിച്ചു നിൽക്കും. പക്ഷെ ഒട്ടും വൈകാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് VD സതീശനെ എത്രയും വേഗം പ്രഖ്യാപിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് സന്തോഷം പങ്കിടാൻ ഒരു അവസരം കിട്ടും. ഞങ്ങൾ ജയിച്ചിട്ട് ഞങ്ങൾ സന്തോഷം പങ്കിട്ടിട്ടില്ല. കാരണം ഈ നീണ്ടു പോയിന്റ് പേര് അതിന് നേതൃത്വം ഇടകൊടുത്താതെ VD സതീശനെ തന്നെ ഒരാളെ ഞങ്ങളതിൽ കൂട്ടില്ല, ഒരാളെ വെള്ളം ചേർക്കാൻ സമ്മതിക്കില്ല. കാരണം ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ അഴിമതിക്കെതിരെ, വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്തുകൊണ്ടും 100% യോഗ്യനാണ്. ഈ കേരളത്തിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് ഇത്തരം സീറ്റ് കിട്ടുമെന്ന് വ്യക്തമായി പറയാൻ ഒരു നേതാവ് കേരളത്തിലുണ്ടാകുന്നത് VD സതീശൻ മാത്രമാണ്. VD സതീശൻ ആരെങ്കിലും കണ്ടും കൊണ്ട് ഇത് മറ്റേ കബഡി വരച്ചൊന്നും പറഞ്ഞതല്ല. ജനങ്ങളെ പഠിച്ചിട്ട് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി ഈ സർക്കാരിനെതിരെയുള്ള വികാരമാണ് എന്ന് പറഞ്ഞിട്ട് അത് പരസ്യമായിട്ട് പറഞ്ഞ ആള് രഹസ്യമായിട്ടല്ല പറഞ്ഞത്, പരസ്യമായിട്ട് പറഞ്ഞ് 100 സീറ്റിൽ കൂടുതൽ കിട്ടുന്നു ഏത് നേതാവ് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ പത്രക്കാരും മാധ്യമങ്ങളും പരിശോധിക്കണം. അത് പറഞ്ഞ VD സതീശൻ ആ 100 സീറ്റിൽ കൂടുതൽ UDF-ന് കിട്ടണമെങ്കിൽ UDF-ന് നേതാവായിട്ട് മുഖ്യമന്ത്രി VD സതീശനെ തന്നെ നിയമിക്കണം. ഞങ്ങളുടെ ആഗ്രഹം എറണാകുളം ജില്ലയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി കിട്ടും. അതാണ് VD സതീശൻ. ഈ VD സതീശൻ ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. അവർക്ക് മുഖ്യമന്ത്രി ആകണം എന്നൊക്കെ അവർക്കുണ്ട്. പക്ഷേ ഹൈക്കമാൻഡിനെ അംഗീകരിക്കാൻ പൂർണ്ണമായി അവർ തയ്യാറാകും എന്ന് പറയുന്നുണ്ടോ?
സ്ഥാനാർത്ഥിയായി സതീശനെ പ്രഖ്യാപിക്കുമെന്നുള്ള 100% ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ വിജയം എന്ന് പറയുന്നത് കേരളത്തിന്റെ മതേതര നിലപാടിന് വേണ്ടിയുള്ള വിജയമായിരുന്നു. ആ മതേതര നിലപാട് ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ ഹൈക്കമാൻഡ് മറിച്ചൊരു പേരാണ് പറയുന്നതെങ്കിൽ പ്രവർത്തകർ അത് അനുസരിക്കാനും തയ്യാറാവില്ലേ? പക്ഷേ പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ വാക്കാണ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. അതായത് നല്ലൊരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാനത് ജൻസികൾ ഒന്നടങ്കം പറയുന്നത് VD സതീശൻ തന്നെ ആവണമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്തായാലും മനു, ഇപ്പൊ ഒരു ജെൻസിയുടെ വാക്കാണ് നമ്മൾ കേട്ടത്. ജെൻസി പറയുന്നത് VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ്. ആ ഇവിടെ വന്നിരിക്കുന്ന ഏതായാലും വലിയ ആൾക്കൂട്ടം എനിക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നവമിക്ക് ഒപ്പം വലിയ ആൾക്കൂട്ടം അവിടെ VD സതീശന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അവരെ VD സതീശന്റെ പേരല്ലെങ്കിൽ അവരുടെ നിരാശ അത്ര കണ്ട് വലുതായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും അവരൊക്കെ പാർട്ടിയെ അനുകൂലിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നു. പക്ഷേ എറണാകുളം ജില്ലയിലെങ്കിലും വലിയ തോതിൽ പ്രവർത്തകർ ക്ഷുഭിതരാവുകയും തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കണക്കാക്കേണ്ടതുണ്ടോ നവമി? ഒരുപക്ഷെ VD സതീശന്റെ പേരല്ലെങ്കിൽ എന്തായാലും നേരത്തെ നമ്മളോട് പ്രതികരിച്ച പ്രവർത്തകരൊക്കെ പറയുന്നത് മറിച്ചൊരു പേരാണെങ്കിൽ ഞങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കും, മറ്റ് ഒരു പേരുകളും ഞങ്ങൾ അംഗീകരിക്കില്ല, മുഖ്യമന്ത്രിയായിട്ട് പട നയിച്ചവൻ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. ഇവർ പറയുന്നത് ഞങ്ങൾ നേതാക്കന്മാരല്ല, ഞങ്ങൾ സാധാരണ പ്രവർത്തകരാണ്, സാധാരണ ജനങ്ങളാണ്. ഞങ്ങൾ കണ്ടത് VD സതീശനെയാണ്. ഇത്രയേറെ വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ കയറും എന്ന ചങ്കുറപ്പോടെ പറഞ്ഞത് VD സതീശനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരല്ലാതെ പൊതുവെ അവിടെ VD സതീശന്റെ പേര് അദ്ദേഹത്തിന്റെ നാട്ടിലെ ആളുകൾ വളരെ ശക്തമായി ഉയർത്തുന്നു. പക്ഷേ ഞാനൊരു ചോദ്യം നവമിയോട് ചോദിക്കുന്നത്, നവമി കരുതുന്നുണ്ടോ VD സതീശൻ ഈ ഹൈക്കമാൻഡ് ഇത്രയും ഒക്കെ പ്രക്ഷോഭം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ VD സതീശനെ പ്രഖ്യാപിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് നവമി കരുതുന്നുണ്ടോ? ഉറപ്പായും മനു, VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊപ്പം ലല്ലു കൂടി ഉണ്ട്. ലല്ലു, നവമിക്ക് ഒരു വലിയ പ്രതീക്ഷയുണ്ട് VD സതീശൻ മുഖ്യമന്ത്രി ആയേക്കുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ലല്ലു പക്ഷേ കൂടുതൽ KCയെ പിന്തുണച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നത് അല്ലേ? മനു, വ്യക്തിപരമായി പറഞ്ഞാൽ ഈ 3 പേരിൽ ആര് മുഖ്യമന്ത്രിയായാലും സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ 3 പേരുടെ അവകാശവാദം കണക്കിലെടുക്കുമ്പോൾ 3 പേർക്കും അതിന് അർഹതയുണ്ട് എന്ന് ഇപ്പോൾ ഹൈക്കമാൻഡ് വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിക്കുകയാണ്. കാരണം ഞാൻ ഒരാളുടെ പേര് അങ്ങനെ പറയുന്നില്ല. കാരണം 3 പേരുമായിട്ടും അല്ലെങ്കിൽ 3 പേരും കോൺഗ്രസിലെ സീനിയർ നേതാക്കന്മാരാണ്. ഈ പറഞ്ഞ പോലെ VD സതീശൻ ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ആര് വരുമെന്നാണ് ഞാൻ വ്യക്തിപരമല്ല എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായ വലിയ പ്രക്ഷോഭങ്ങളുണ്ട്, വലിയ എതിർപ്പുകളുണ്ട്, വലിയ എതിർ ശബ്ദങ്ങളുണ്ട്. ഫ്ലെക്സ് വലിച്ചീറലടക്കമുള്ള നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. അതൊരു വശത്ത് നിൽക്കുമ്പോൾ ഈ രമേശ് ചെന്നിത്തല ഉയർത്തുന്ന ഒരു വാദം എന്നും പാർട്ടിക്ക് വിധേയനായി പാർട്ടിയുടെ അച്ചടക്കം പാലിച്ച് ഏറ്റവും കേരളത്തിൽ നിലവിൽ ഏറ്റവും സീനിയറായ നേതാവായ താൻ നിൽക്കുന്നു. അതുകൊണ്ട് തനിക്കൊരു ക്ലെയിമുണ്ട്. കഴിഞ്ഞ തവണ എത്രയോ കാലമായി പാർട്ടിക്ക് വേണ്ടി പലതരം ത്യാഗങ്ങൾ ചെയ്യുന്നു, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ചോദിച്ചു വാങ്ങിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. AICCയുടെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.